ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഫ്രെയിമിന് സെറ്റ് ആയിട്ട് ഒരു പെയിന്റിംഗ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഈ ഫ്രെയിമിന് പിന്നിലുള്ള ചെറിയ കഥയുണ്ട്, അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഷോർട്സ് കണ്ടുവന്നവർക്കൊക്കെ ചിലപ്പോൾ അറിയുന്നുണ്ടാവും. അപ്പൊ ആദ്യം ഇതിന്റെ ഉള്ളിൽ ഒരു കാർഡ്ബോർഡ് വെക്കാന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതിന്റെ ഉള്ളിലേക്ക് ഫിറ്റ് ആവുന്ന രീതിയിൽ ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷെ ഇതിന്റെ മുകളിൽ പെയിന്റ് ഒക്കെ അടിച്ചു വന്നാൽ എത്രത്തോളം ഭംഗിയിൽ കിട്ടുമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ പോയിട്ട് ഒരു ഫോം ഷീറ്റ് അങ്ങോട്ട് വാങ്ങിച്ചു. ഇതാകുമ്പോൾ പിന്നെ ഓൾറെഡി വൈറ്റ് കളറിലുള്ളതുകൊണ്ട് നമ്മൾ വൈറ്റ് ബേസ് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നിട്ട് ഞാൻ പിന്നെ അത് ഫ്രെയിമിലേക്ക് സെറ്റ് ആവുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തു. എഡ്ജസ് എന്തായാലും ഫ്രെയിമിന്റെ ഉള്ളിൽ പോകുമല്ലോ. അപ്പൊ പിന്നെ ആ ഭാഗം മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ മാത്രം പെയിന്റ് അടിച്ചാൽ മതി. ഫ്രെയിമിന്റെ ഉള്ളിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ പെയിന്റ് അടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരച്ച മാർജിന്റെ ഉള്ളിലേക്കായിട്ടാണ് ഞാൻ മാസ്കിൻ ടേപ്പ് ഒട്ടിച്ചെടുക്കുന്നത്. പിന്നെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് പെയിന്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു പേസ്റ്റൽ കളർ പെയിന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയ്ക്കാണ് തുടക്കത്തിൽ പറയാനുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് തുടക്കത്തിൽ കാണുമ്പോൾ പ്രത്യേകിച്ച് ഒരു രസം നിങ്ങൾക്ക് തോന്നൂലേക്കും പെയിന്റ് അടിക്കണേ കാണുമ്പോൾ. പക്ഷേ നിങ്ങൾ ഫൈനൽ ലുക്ക് കാണാണ്ട് പോയാൽ നിങ്ങൾക്ക് മിസ്സാവും. അതുകൊണ്ട് ഫുള്ളായിട്ട് ഇരുന്ന് കണ്ടോളി, പിന്നെ അഭിപ്രായങ്ങൾ പറയേ വേണം. ഇനി നമുക്ക് ആദ്യം പറഞ്ഞ ആ ഒരു കഥയിലോട്ട് വരാം. റമദാൻ മാസം നോമ്പ് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യൂലേ. നമ്മളെവിടെയൊക്കെ നനച്ചുള്ളിപ്പണി എന്നാണ് പറയാ, നിങ്ങളവിടെ എന്താ പറയാ കമന്റ് ചെയ്യട്ടോ. അപ്പൊ അങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഡൈനിങ് ഹാളിലുള്ള ക്ലോക്ക് താഴെ വീണൊന്ന് പൊട്ടി. അത്യാവശ്യം ഉയരത്തിലാണല്ലോ നമ്മൾ ക്ലോക്കൊക്കെ പ്ലേസ് ചെയ്യുക. അപ്പൊ പിന്നെ വീണ് കഴിഞ്ഞാൽ പൊട്ടുന്നുള്ളത് സ്വാഭാവികം. അപ്പൊ അതെല്ലാം കൂടി എടുത്ത് ഉമ്മ കളയാൻ പോയിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ ഫ്രെയിം കാണുന്നത്. അത് ആക്ച്വലി ആ ക്ലോക്കിന്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നതായിരുന്നു. അതിന്റെ കൂടെയുള്ള ഗ്ലാസ് ഒക്കെ താഴെ വീണ് പൊട്ടിപ്പോയി. പക്ഷെ ഇത് പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്തോ ഭാഗ്യം. നമുക്ക് പിന്നെ എന്ത് കണ്ടാലും പെട്ടെന്ന് അങ്ങ് എടുത്ത് കളയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാനത് ഉമ്മാന്റെ അടുത്ത് വാങ്ങിയിട്ട് എടുത്തു വെച്ചു. എന്തേലൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ച് എടുത്തു വെച്ചെങ്കിലും പിന്നെ ഞാനത് എടുത്തു നോക്കിയിട്ടില്ല. നിങ്ങൾക്ക് ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഏകദേശം ഒരു മാസത്തിന്റെ മുകളിലായി സംഭവം. പിന്നെ നോക്കിയപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും ഒരു പെയിന്റിങ് ചെയ്തെടുത്തിട്ട് ഫ്രെയിം പോലെ ചെയ്യാന്ന്. ഒരു ദിവസം ചെയ്യാൻ വേണ്ടി ഇരുന്നും ചെയ്തു. പക്ഷേ ഈ വലുപ്പത്തിലുള്ള കാർഡ്ബോർഡ് പീസ് ഒന്നും അന്നിന്റെ അടുത്തില്ലായിരുന്നു. ഈ വാങ്ങിയ പോലെ ഫോം ഷീറ്റ് അങ്ങ് വാങ്ങിച്ചാൽ മതി. പക്ഷെ അതിനും വേണ്ട ഒരു ബോധം. ചില സമയങ്ങളിൽ വൈകിയാണ് ബുദ്ധിയൊക്കെ ഉദിച്ചു വരുള്ളൂ. അങ്ങനെ നീട്ടി വെച്ച് അവസാനം ഞാൻ ഈ ഒരു പെയിന്റിങ് ചെയ്ത്. ഇതിപ്പോ ചെയ്തില്ലെങ്കിൽ പിന്നെ ചെയ്യലും ഉണ്ടാവും. ഇതുപോലെ എത്ര സാധനങ്ങൾ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ എങ്ങനെ എടുത്തു വെക്കുന്നതെന്ന് അറിയോ. പക്ഷെ ഒന്നും ചെയ്യുന്നില്ല, അവിടെ കിടക്കാണ്. ഏതായാലും കുറച്ച് കഴിയട്ടെ, ഫ്രീ ഒക്കെ ആവുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്ത് നോക്കണം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ടൈഗർ ബിസ്ക്കറ്റിൽ ടൈഗർ ഇല്ല എന്നൊക്കെ പറയുന്ന മാതിരി ഈ പെയിന്റിൽ ശരിക്കും പറഞ്ഞാൽ പെയിന്റ് ഇല്ല. 2, 3, 4 കോട്ടൊക്കെ അടിച്ചെടുത്തിട്ടാണ് ചില ഭാഗങ്ങളൊന്നും വൃത്തിക്ക് വന്നത്. ഇതിപ്പോ ഞാൻ കുറെ സംസാരിച്ചില്ലേ, അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ട്. ഞാൻ സംസാരിച്ചു തുടങ്ങിയാൽ പിന്നെ നിർത്തൂലേ. ഇനിയിപ്പോ ഓവർ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. കുറച്ച് മ്യൂസിക് ഇട്ടിത്തരം, അത് കേട്ട് നിങ്ങൾ അങ്ങനെ കണ്ടോളി. സംഭവം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് എന്തായാലും പറയണം. ഞാനിത് വരച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നു. ഇതേ നോക്കൂ, എങ്ങനെയുണ്ട് പെയിന്റിംഗ് ഒക്കെ നോക്കാൻ വേണ്ടി വന്നു നോക്കിയതാണ്. അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? ഫ്രെയിം വെക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഏതായാലും ഇത് ഞാനൊരു വോൾ ഡെക്കോർ ആയിട്ട് അങ്ങ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഏതായാലും ലൈക്കും സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട കേട്ടോ.